ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് നമുക്ക് ഉത്രാടമല്ലേ, ഇത്തിരി പുളിയിഞ്ചി ഉണ്ടാക്കാം. അതിന് ഞാൻ കൊത്തി അരിഞ്ഞ് കുറച്ച് 1/4 കിലോ ഇഞ്ചിയാണിത്. കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. പുളി പിഴിഞ്ഞ് അതിൻ്റെ പിഴിഞ്ഞ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര നീരുണ്ട്, കുറച്ച് ശർക്കര നീര് ഉരുക്കി അരിച്ച് വെച്ചിരിക്കുവാണ്. നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. സ്റ്റൗ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി നല്ലോണം വഴന്ന് കിട്ടണം നമുക്ക്, എന്നാലുള്ളൂ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ച അടിച്ചാൽ ഇഞ്ചി കറി ചീത്തയാവുകയും ചെയ്യും, നമുക്ക് കഴിക്കാനൊരു സ്വാദും ഉണ്ടാവില്ല. നല്ലോണം വറുത്തെടുക്കുന്നത്. കിലോ ഇഞ്ചി മേടിച്ചതാണ്. അത് കൊത്തി അരിഞ്ഞ് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അഴുക്കൊക്കെ കളഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ. ഇപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കി വയ്ക്കാം. ഉത്രാടത്തിൻ്റെ അന്ന് പുളിയിഞ്ചി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയും കൂടി ഇടാമല്ലോ എന്ന് വിചാരിച്ചു. ഇത്തിരി വീഡിയോ ഇട്ടിട്ട് നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കി നമുക്ക് വീഡിയോ ഇടാം. ഇതിൻ്റെ കാരമൊക്കെ കളഞ്ഞതാണ് വെള്ളത്തിലിട്ട്. കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിടുന്നത്, എന്നാലും അതിൻ്റെ കാരമൊക്കെ പോകുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു പുളിയിഞ്ചിയാണിത്. തേങ്ങയൊന്നും ചേർക്കാത്തത്. മുരിയത്തെ കിടന്നു. അപ്പം എല്ലാവർക്കും ഇത്തവണ നല്ല ഓണാഘോഷമാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ ഒരുമാതിരി അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ് തൃപ്പൂണിത്തുറയിലൊക്കെ. ബ്രൗൺ കളറാണ് കേട്ടോ ഇഞ്ചി. ഓണത്തിനൊക്കെ ഇങ്ങനെ ഒരു പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുള്ളൂ. ഓണത്തിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഊണ് കഴിക്കാൻ നല്ല ഒരു തൊടുകറിയാണ് പുളിയിഞ്ചി.
മൊരിയണം കേട്ടോ. ഇത്തിരി താമസം പിടിക്കും മൊരിഞ്ഞ് വരാനായിട്ട്. അതുവരെയും വെയിറ്റ് ചെയ്യണം. എന്നെ മിസ്സാക്കരുത് കേട്ടോ. എല്ലാവരും എനിക്ക് ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ ആദ്യം മുതൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ലാത്തവർക്ക് അറിയാണത്. അപ്പോൾ എല്ലാവരും ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇതൊന്നും ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് അറിയില്ല. അപ്പോൾ ഇത് കണ്ടു പഠിക്കുക പിള്ളേരൊക്കെ. കുറച്ചും കൂടി മൊരിയാനുണ്ട്. മൊരിഞ്ഞോട്ടെ. ഇതിൻ്റെ കൂടെ നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കൈ പൊള്ളുന്നു. അടുത്ത അമ്പലമുണ്ട്, യോഗേശ്വരം ശിവൻ്റെ അമ്പലമുണ്ട്. അമ്പലത്തിൽ നിന്ന് വൈകുന്നേരം നല്ല പാട്ടുണ്ട്. അപ്പോൾ അതാണ് കേൾക്കുന്നത്. ഈ പരിസരത്ത്, എൻ്റെ പരിസരത്ത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പാട്ടാണ് കേൾക്കുന്നത്. മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം മൊരിഞ്ഞിട്ടുണ്ട് നല്ലോണം. കുറച്ചും കൂടി ആ വെളുത്തുള്ളിയും കൂടി ഒന്ന് ബ്രൗൺ കളറാകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളി ഒഴിച്ച് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി. വേറെ ഇതിനകത്ത് മല്ലിപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മല്ലിപ്പൊടി ചേർത്താൽ ഇത് വലിച്ചു പോകും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കാം. തിരി താത്തി വെച്ചിരിക്കുവാണേ. നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം.
ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഞാൻ. കുറച്ച് മതി കേട്ടോ. ഇതിലൊരു പൊടിക്ക് ഒരു മേമ്പൊടി പോലെ ഒരു കായപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ചേർക്കാണ്ടിരുന്ന നമുക്ക് പുറത്ത് വെച്ചാൽ ഒരാഴ്ചയൊക്കെ ഇരിക്കും പുളിയിഞ്ചി. അപ്പം എല്ലാവരും മല്ലിപ്പൊടി ചേർക്കാണ്ട് പുളിയിഞ്ചി ഉണ്ടാക്കണം. അപ്പം ഇനി ശർക്കര നീര് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി. ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര നീര്. ഈ ശർക്കര പാനിയാണ് എന്തെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ പുളിയിഞ്ചി ഇവിടെ റെഡിയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നെ മിസ്സാക്കല്ലേ. എല്ലാവരും ഇത് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇച്ചിരി വറയിട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ. മുളകും കറിവേപ്പിലയും. ഇത് പുളിയിഞ്ചി ഉണ്ടാവും. കളറൊക്കെ ആയി പുളിയിഞ്ചിയുടെ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ തന്നെ. നല്ല പുളിയിഞ്ചി സദ്യക്ക് കൂട്ടാം. ഇപ്പം സ്റ്റവ് ഓഫ് ആക്കുകയാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അടുത്ത വീഡിയോ വരേക്കും ബൈ.